ഹായ് ഫ്രണ്ട്സ്, ആക്ച്വലി ഇതൊരു അൺഎക്സ്പെക്റ്റഡ് ചടങ്ങാണ്. ഫാഷൻ ഇന്ത്യയുടെ കവർ ഡിസൈനിൽ ചരിത്രത്തിലാദ്യമായി ഒരു മലയാളി പെൺകുട്ടി സ്ഥാനം പിടിച്ചിരിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട ഗിരിധർ സാർ വീണയ്ക്ക് ഇന്നിവിടെ വെച്ച് ഫാഷൻ ഇന്ത്യയുടെ ആദ്യ കോപ്പി കൈമാറുകയാണ്. Thank you, sir. Thank you. വീണേ, എടി വീണേ, ഈ പെണ്ണിത് എവിടെ പോയി കിടക്കുന്നു? വീണേ, മോശം പിടിക്കുക. അവളിവിടെ എങ്ങും ഇല്ല. അവള് പിന്നെ നമ്മളെ നാണം കെടുത്തി. ഈ നാണക്കേട് നമ്മളിപ്പം വിലയ്ക്ക് വാങ്ങിയതല്ലേ? ഇതൊന്നും വേണ്ടായിരുന്നു. രാമകൃഷ്ണ, അപ്പോ നിങ്ങൾ വീണയുടെ ഇഷ്ടമില്ലാതെയാണ് ഈ കല്യാണം നടത്തിയതല്ലേ? അല്ല, അത് പിന്നെ ഞങ്ങളും 3 നേരം ചോറല്ലേ കഴിക്കുന്നത്. കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ഞങ്ങൾക്കും സാധിക്കും. എന്തിനാ രാമകൃഷ്ണ ഇങ്ങനെയൊക്കെ ചെയ്തേ? ഞങ്ങൾ ഇറങ്ങാ. ഞങ്ങളെ ഇങ്ങനെ വിളിച്ച് നാണം കെടുത്തരുതായിരുന്നു. തിന്നാനും കുടിക്കാനും ഞങ്ങളുടെ വീട്ടിലുണ്ട്. ഞങ്ങൾ ഇറങ്ങുവാ. ഞങ്ങൾ ഇറങ്ങട്ടെ? വേറൊന്നും തോന്നരുത്. ഞങ്ങൾക്ക് ഹരിയേട്ടനോട് എന്ത് തോന്നാനാ? ഹരിയേട്ടൻ ശരി എന്നത് മാത്രമേ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ. ഞങ്ങൾ ഇറങ്ങട്ടെ? തിരിച്ചു പോകുന്നവർക്ക് അവരവരുടെ വീട്ടിൽ പോയി ചിരിക്കാൻ ഒരു കാരണം കൂടെ ആയി. തണ്ണി കണ്ടവനൂടെ നടന്ന് വയറുറപ്പിച്ചാല് അച്ഛൻ തലതാഴ്ത്തി നിൽക്കേണ്ടവനാ. പക്ഷേ മക്കളെ, നീ എന്ത് പഠിച്ചടാ? നീ കാണിക്കുന്ന നല്ല മനസ്സ് അവർക്ക് മനസ്സിലാവുന്നില്ലല്ലോ. അതിന് അവൾ എവിടെയാണെന്ന് അറിയില്ലല്ലോ. ആയിക്കോട്ടടാ, എവിടെയെങ്കിലും പോയി തൊഴയട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും വണ്ടിക്ക് തല വെച്ച് ചാവട്ടെ. എടാ, അന്നേ അങ്ങനെ തീരുമാനിക്കണമായിരുന്നു. എങ്കിൽ നീയെങ്കിലും രക്ഷപ്പെട്ടെന്നെ. എന്തിനാ 6ഉം 100ഉം? ഒരെണ്ണം പോരെ, ഒരൊറ്റ വിഷവിത്ത് പോരെ മനുഷ്യനെ ഒന്നോടെ കൊല്ലാൻ, അല്ലേ?
ഇത് മനു മിണ്ടാതിരിക്കടാ. ആ കൈ നീട്ട. ആ ഇനി കുട്ടി കൈ നീട്ടാ. എന്താണ്? അതും നിനക്ക് തന്നെ കെട്ടണം? തിരുമേനിക്ക് വിരോധം ഇല്ലെങ്കിൽ? എന്ത് വിരോധം? പ്രാണനും അലിഞ്ഞു ചേരുന്നതാണല്ലോ ദാമ്പത്യത്തിന്റെ പൊരുൾ. ഭാര്യയ്ക്ക് വേണ്ടത് ഭർത്താവ് ചെയ്യുന്നതാ ഉത്തമം. വാങ്ങിച്ചോളൂ. എന്ത് ചെയ്യാനുണ്ടെങ്കിലും അത് ഞാൻ ചെയ്തോളാം. അത് ഞാനേ ചെയ്യൂ. ഹലോ ശ്രേയ, ഞാൻ ഹരിയാണ്. മനസ്സിലായി ഹരിയേട്ടാ. ഞാൻ ഹരിയേട്ടനെ അങ്ങോട്ട് വിളിക്കണമെന്ന് വിചാരിച്ചതാ, പിന്നെ വേണ്ടാന്ന് വെച്ചു. ഹരിയേട്ടൻ ഇതിന്റെ വല്ല ആവശ്യമുണ്ടായിരുന്നോ? കാര്യം അറിഞ്ഞപ്പോ ഞാൻ ഞെട്ടിപ്പോയി. അതെങ്ങനെ ഹരിയേട്ടാ? അവളെ പോലെ ഒരാളെ ഹരിയേട്ടന് ഉൾക്കൊള്ളാൻ പറ്റുന്നേ? ശ്രേയ, നമുക്ക് ചിലപ്പം വേണ്ടപ്പെട്ടവരെ രക്ഷിക്കാൻ വേണ്ടി പലതും ചെയ്യേണ്ടി വരില്ലേ? അമ്മാവനെ കുറിച്ച് ഓർത്തപ്പോ എന്റെ മുന്നിൽ വേറെ മാർഗങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഹരിയേട്ടന് തോന്നുന്നുണ്ടോ അടങ്ങി ഒതുങ്ങി ഹരിയേട്ടന്റെ ഭാര്യയെ അവള് ജീവിക്കുമെന്ന്? എനിക്കൊട്ടും വിശ്വാസമില്ല. ശ്രേയ, ഇതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. ഇപ്പൊ ഞാൻ വിളിച്ചത് വേറൊരു കാര്യം അറിയാൻ വേണ്ടിയിട്ടാ. എന്താ? വീണ കുറെ നേരമായിട്ട് വീട്ടിലില്ല. ഫോൺ ചെയ്തപ്പോ അത് സ്വിച്ച് ഓഫാ. ശ്രേയയ്ക്ക് എന്തെങ്കിലും? എന്നെ അവള് വിളിക്കാറില്ല. തിരിച്ചു വിളിക്കാൻ എനിക്ക് താല്പര്യമില്ല. അതറിയാം. വേറെ ഏതെങ്കിലും ഫ്രണ്ട്സോ മറ്റോ? അങ്ങനെ പ്രത്യേകിച്ച് ആരുമില്ല ഹരിയേട്ടാ. പിന്നെ അവൾക്ക് പോവാനാണെങ്കിൽ പ്രത്യേകിച്ച് ആരോടും കണക്ഷനൊന്നും വേണമെന്നില്ലല്ലോ. ആ പിന്നെ ഹരിയേട്ടാ, വേറൊരു കാര്യമുണ്ട്. അവള് മുമ്പ് ഒരു ഫോട്ടോഷൂട്ടിന് പോയിരുന്നില്ലേ? അതുമായി ബന്ധപ്പെട്ട് ടൗണിലൊരു പാർട്ടി നടക്കുന്നുണ്ട്. ഞാൻ വേറൊരു വഴി അറിഞ്ഞതാണ്. ഇനി അങ്ങോട്ടെങ്ങനെ പോയിട്ടുണ്ടാവോ? ആ പാർട്ടി എവിടെയാ നടക്കുന്നതെന്ന് ശ്രേയയ്ക്ക് അറിയോ? ആ അറിയാം. ഹരിയേട്ടനോട് ഈ കാര്യം ആര് പറഞ്ഞൊന്ന് ചോദിച്ചാല്? ഇല്ല, ഞാൻ ശ്രേയയുടെ പേര് പറയില്ല. പറയണം. എന്നിട്ട് അത് ചോദിക്കാൻ അവൾ എൻ്റെ അടുത്ത് വരണം. എനിക്ക് കുറച്ച് പറയാനുണ്ട് അവളോട്. ശ്രേയ, ഹരിയേട്ടനോട് വേറൊന്നും പറയാനില്ല. ജീവിതം ആസ്വദിക്കാൻ പറയാൻ പറ്റില്ലല്ലോ. അനുഭവിക്കാനല്ലേ പറയാൻ പറ്റൂ. എന്നാ ശരി. അമ്മാവ, ആ ടൗണിലൊരു ഹാളിലൊരു പാർട്ടി നടക്കുന്നുണ്ടെന്ന്. വീണ അവിടെ പോകാൻ സാധ്യതയുണ്ടെന്ന് ശ്രേയെ വിളിച്ചപ്പോൾ പറഞ്ഞത്. ആ ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം. വേണ്ടടാ, അവരുടെക്ക് മുന്നിൽ വെച്ച് അവള് നിന്നെ നാണം കെടുത്തു. ചെയ്യട്ടെ.
ബാക്കിയില്ലെങ്കിലും ഞാനിപ്പോൾ അവളുടെ ഭർത്താവാണല്ലോ. ഈശ്വര, എന്റെ മോന് മനസ്സമാധാനമില്ല. ഹലോ. താങ്ക് യു. ദാ, ഇത് നിങ്ങൾ പരസ്പരം ആരതി ഒഴിഞ്ഞോളുക. മോളെ, തിരുമേനിയുടെ അനുഗ്രഹം വാങ്ങിച്ചിട്ട് അതിങ്ങ് വാങ്ങിച്ചോളൂ. ഈ പ്രസാദം എല്ലാവർക്കും കൊടുത്തോളൂ. ഈ വേഷത്തിൽ ചേച്ചിയെ കാണാൻ നല്ല ഐശ്വര്യമുണ്ട്. ഞങ്ങൾ ഇങ്ങനത്തെ ചടങ്ങിലൊന്നും പങ്കെടുത്തിട്ടില്ല, ഫസ്റ്റ് ടൈമാ. തനിക്കൊന്ന് അപ്പോ പൂജാവിധികളൊക്കെ മംഗളമായി അങ്ങോട്ട് കഴിഞ്ഞിരിക്കണു. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ഇത്ര പെട്ടെന്നോ? കുറച്ച് കഴിഞ്ഞിട്ട് പോയ പോരെ? ചടങ്ങൊക്കെ കഴിഞ്ഞില്ലേ? ഇനിയിപ്പോ വീട്ടിലെത്തിട്ട് കുറച്ച് തിരക്കുണ്ട്. പോട്ടെ സുജാതെ. ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് ഇറങ്ങണം കേട്ടോ. അങ്ങോട്ടാവാലോ. ശരി. ശരി. ആ ആന്റി, ഞങ്ങൾ ഇറങ്ങുവാ. മനു, വാ. അപ്പൊ പറഞ്ഞ പോലെ പോകാം. ശരി ജ്യോതി. താനിവിടെ ഉണ്ടല്ലോ, നമുക്കപ്പൊ കാണാം. ഉണ്ടാവും. ശരി. സാറേ, എന്നാച്ചി? ആന്റി, ഇവർക്ക് ഇതൊക്കെ പുതിയ സംഭവം. എല്ലാം കണ്ടു പഠിക്കണം. ജീവിതത്തിൽ ഇതൊക്കെ ആവശ്യം വരും. എന്ന് കരുതി എല്ലാത്തിനും ഫോളോ ചെയ്യാൻ നിൽക്കണ്ട കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം ചെയ്താൽ മതി. ഓക്കെ അങ്കിൾ. ശരി ആന്റി. ശരി. ശരി. ചേച്ചി, സാധാരണ ഫംഗ്ഷൻ നടക്കുന്ന ഒരു വീട്ടിൽ പോയാൽ എല്ലാത്തിനും കുഴപ്പമുണ്ടാക്കുന്ന ഒരു അമ്മാവനുണ്ടാവും. പക്ഷെ ഇയാളാണല്ലോ ഇവിടെ സർവത്ര പ്രശ്നം. അതൊക്കെ വിശദമായിട്ട് ഞാൻ നിനക്ക് പിന്നെ പറഞ്ഞുതരാം. നീ വാ.
ഈ കണക്കില് ശാന്തി മുഹൂർത്തം നോക്കണ ചടങ്ങ് നമ്മുടേതല്ല. എന്നാൽ ചിലരത് നോക്കുന്നുണ്ട്. നോക്കുകയാണെങ്കിൽ അത് പരിപൂർണമായ അർത്ഥത്തിൽ പാലിക്കണം. തിരുമേനി പറഞ്ഞോളൂ. മക്കളുടെ നന്മയ്ക്ക് വേണ്ടിയല്ലേ? കണക്കനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഈ സ്ത്രീ പുരുഷ ജാതകങ്ങൾ തമ്മിൽ ഒരു സംയോഗ സമയമായിട്ടില്ല. അതായത് ജ്യോതിഷ വിധി പ്രകാരം ശാന്തി മുഹൂർത്തം അടുത്ത മാസം 16-ാം തീയതിക്ക് ശേഷമേ ഉള്ളൂ. എന്ന് പറഞ്ഞാ ഇവിടെ നിന്ന് അങ്ങോട്ട് 29 ദിവസത്തിന് ശേഷം. അല്ല തിരുമിനി, അത്രയ്ക്ക് അങ്ങോട്ട് നീണ്ടുപോവാന്നൊക്കെ പറഞ്ഞാ? ഞാൻ പറഞ്ഞതേ ജ്യോതിഷത്തിന്റെ കണക്കനുസരിച്ചാ. ഈ കണക്കനുസരിച്ച് അത് മറികടക്കാനാവില്ല. പിന്നെ നിങ്ങളുടെയൊക്കെ ഇഷ്ടം. പിന്നെ ഈ നാട്ടിലാണെങ്കിലല്ലേ ജ്യോതിഷത്തിന് പ്രശ്നമുള്ളൂ. പുറത്തെവിടെയെങ്കിലും പോയാൽ കുഴപ്പമില്ലല്ലോ. എന്തൊക്കെയാടാ ഈ പറയുന്നത്? അല്ലമ്മേ, നമ്മൾ ഇവിടെ ഇതൊക്കെ പാലിക്കും. നമ്മുടെ എത്ര ബന്ധുക്കൾ US UK ഉണ്ട്. അവരൊക്കെ ജ്യോതിഷവും മുഹൂർത്തമൊക്കെ നോക്കിയാണ് ജീവിക്കുന്നത്. ഗുരുത്വദോഷം പറയാതെടാ. ഇവിടെ ജീവിക്കുമ്പോൾ ഇവിടുത്തെ ആചാരങ്ങളാ. തിരുമേനി പറഞ്ഞ മുഹൂർത്തം തന്നെ മതി. ആയിക്കോട്ടെ. എടോ, കഷ്ടമുണ്ടോ? വെറുതെ പിള്ളേരെ ശാപം കിട്ടും. என்ன சார் இது? நேற்று ராத்திரி ஒன்னிச்சு தூங்க மாட்டேன்னு திருமணி சொல்லியாச்சு. இப்ப இன்னும் 1 மாசமா? அதுக்கப்புறம் இனி என்ன ஆக போகுது? എന്നോട് മാത്രമായിട്ടാണ് അയാളത് പറഞ്ഞതെങ്കിൽ അയാളെ കൊന്നേനെ ഞാൻ. எல்லாம் நல்லதுக்கு தானே சார். മിണ്ടാതിരിക്കണം. മനുഷ്യനോട് ഭ്രാന്ത് പിടിച്ച് നിൽക്കുക. பிடிக்கும் பிடிக்கும் பிடிக்கும். யாருக்காயிருந்தாலும் பிராந்து பிடிக்கும். ഇത് മേടിച്ചോളൂ. എന്നാ ശരി. അല്ല, ശാന്തി മുഹൂർത്തം വൈകിയതുകൊണ്ടാണോ നിത്യേച്ചിയുടെ മുഖം ഇങ്ങനെ ഇരിക്കുന്നത്? കളിയാക്കൽ കുറച്ച് കൂടുന്നുണ്ട് നിനക്ക്. എപ്പോഴാ എന്താ സംസാരിക്കേണ്ടതെന്ന് നിനക്കറിയില്ല. ഓ, ഇനി അതും കൂടെ എന്റെ തലയിലേക്ക് വെച്ചോ. ഞാനൊന്ന് മോളെ നോക്കിയിട്ട് വരാം രഘുവേട്ടാ. ഹൂ.